ഹലോ, ഇതെന്താണെന്നറിയാവോ? ചിലവർക്കൊക്കെ അറിയുമായിരിക്കും. എന്നാലും ഞാൻ പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക ബോംബെ പുളി എന്നാണ്. ഇത് നല്ല പുളിയുള്ള ഒരു ഐറ്റമാണ്. പുളിക്ക് പകരം കറിക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. മീനും കറിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുടംപുളി, വേറെ ഏത് പുളി ഉപയോഗിക്കുന്നതിന് പകരം, മാങ്ങയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ പുളിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇതിനകത്ത് നല്ല വലിപ്പമുള്ള കുരുവുണ്ട്. പച്ച കളറുള്ളത് കുരുവാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഈ ചുവപ്പ് കളറിലുള്ളതും പിന്നെ ഇതാണ് കുരു ഇതിൻ്റെ, അത് എടുത്ത് കളയണം. എന്നിട്ട് ഈ ചുവപ്പ് കളറിലുള്ള ഇതളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെമ്പിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിട്ട് അത് സ്റ്റീമായി നല്ല ഉടഞ്ഞ് കിട്ടും, വേവായി കിട്ടും. അതിന് പിന്നെ എടുത്തിട്ട് നമ്മൾ നല്ല വേവായതിന് ശേഷം വെച്ചാൽ ഉടഞ്ഞ് കിട്ടണം എല്ലാം. ഈ പച്ച ഉള്ളതൊക്കെ പച്ചപ്പൊക്കെ മാറി കിട്ടിയിട്ട് ഉടഞ്ഞ് കിട്ടണം. അത് എടുത്തിട്ട് ഞാൻ 2 ജാറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരെണ്ണം ഉപ്പിട്ടിട്ടുള്ള ഒരു ജാറും പിന്നെ ഒരെണ്ണം മധുരം ഇട്ടിട്ടുള്ളതും. ഉപ്പിട്ടതാണെങ്കിൽ കറിക്ക് ഉപയോഗിക്കാൻ പറ്റും. മധുരമുള്ള പുളിയാണെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കുമ്പം അത് ഇച്ചിരി ഓരോ സ്പൂൺ എടുത്തിട്ട് ജ്യൂസ് അടിക്കാനും പറ്റും. ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. എത്ര സമയം വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നോളും. കറിക്കൊക്കെ നല്ലൊരു പുളിക്ക് പകരം, മാങ്ങയ്ക്കും പുളിക്കും പകരം ഇത് ഇടാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.